ഇന്നലെ രാത്രി മുതൽ കണ്ണൂർ ജില്ലയിൽ കാര്യമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ വലിയ ആശങ്കയായി നിൽക്കുന്നത് കണ്ണൂർ കുപ്പത്തെ ദേശീയപാതയോട് സമീപമുള്ള കുന്നാണ്. കുന്നിടിച്ച് ആണ് ഇവിടെ ദേശീയപാത നിർമ്മിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ ആ വിഷ്വൽ കണ്ടതാണ്. പക്ഷേ മഴ ഇങ്ങനെ ശക്തമായി തന്നെ പെയ്യുന്ന സാഹചര്യത്തിൽ ഈ കുന്നിങ്ങനെ വലിയ പ്രശ്നമായി, വലിയ ആശങ്കയായി അങ്ങനെ നിൽക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ ഈ കുന്ന് ഇടിഞ്ഞ് താഴെ റോഡിലേക്ക് വലിയ രീതിയിൽ മണ്ണ് പതിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഗതാഗതം ഒരു ഭാഗത്തുകൂടെ മാത്രമാക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ റോഡ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ മണ്ണ് മുഴുവനായിട്ട് താഴെ കടർന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ അപകടങ്ങളിലേക്ക് പോകുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് പോലും മണ്ണ് താഴേക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കാണാം. ചില സമയങ്ങളിൽ വലിയ കട്ടകളായിട്ടും കല്ലുകളായിട്ടുമൊക്കെ താഴേക്ക് ഈ മണ്ണ് വരുന്നുമുണ്ട്. തൊട്ട് താഴെ തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കൊണ്ട് അത് അടച്ചിരിക്കുന്നതിനാൽ ചെറിയ ആശ്വാസം എന്ന് പറയാം. കാരണം ഒരു പക്ഷേ ഒരു വലിയ രീതിയിലുള്ളൊരു മണ്ണൊക്കെ വരികയാണെങ്കിൽ ഒരു പരിധി വരെ അവിടെ തടഞ്ഞു നിർത്താനാകുമെന്നത് ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതും കഴിഞ്ഞ് മണ്ണ് വരികയാണെങ്കിൽ അത് റോഡിലേക്കടക്കം പതിച്ച് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന ഒരു ആശങ്കയാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം പങ്കുവയ്ക്കുന്നത്. ഇവിടെ നമ്മൾ എത്തുമ്പോൾ ഈ റോഡ് അടച്ചത് കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ആരും അങ്ങനെ വരുന്നില്ല. പ്രദേശവാസികളൊന്നും തന്നെ ഇവിടെ ഇല്ല. മാധ്യമപ്രവർത്തകരും പോലീസും മാത്രമാണ് ഇന്ന് രാവിലെ എത്തുമ്പോഴും ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ തന്നെ ഈ പ്രദേശത്തെ സമീപവാസികളെല്ലാം ഇങ്ങനെ മണ്ണ് ഒലിച്ചിറങ്ങുന്നു, താഴേക്ക് വരുന്നു, ചെളിയായിട്ടടക്കം വീടുകളിലേക്ക് കയറുന്നു എന്ന പ്രശ്നം വളരെ നേരത്തെ തന്നെ അവരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴും അതൊരു ഭീഷണിയായി അവിടെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു 6-7 കുടുംബങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ചെളിയും മണ്ണുമൊക്കെ വലിയ രീതിയിൽ വീടുകളിലേക്ക് എത്തുന്നു എന്നൊരു പ്രശ്നം കൊണ്ടാണ് ആ കുടുംബങ്ങളെല്ലാം അവിടെ നിന്ന് മാറിപ്പോയത്. ഇപ്പോൾ ഈ കനത്ത മഴയിലും ഇന്ന് റെഡ് അലേർട്ടൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ്. രാത്രിയിലും രാവിലെയും ഒക്കെയുള്ള ഈ തുടരുന്ന ഈ കനത്ത മഴയിൽ ഈ കുന്ന് വലിയ ആശങ്കയായി നിൽക്കുന്നു എന്നിട്ട് തന്നെയാണ് ജയലക്ഷ്മി ഒരു കണ്ണൂരിലെ ഏറ്റവും വലിയ പ്രശ്നം. അതല്ലാതെ കണ്ണൂർ ജില്ലയിൽ മറ്റു പ്രതിസന്ധികളോ മറ്റു മഴക്കെടുതികളോ ഒന്നും കാര്യമായി ഇന്നലെ രാത്രി മുതൽ ഇതുവരെ വലിയ രീതിയിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിലൊരു ഈ കുന്നിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക നമ്മളിവിടെ നിൽക്കുമ്പോൾ പോലും അവിടെ നിന്ന് മണ്ണ് താഴേക്ക് ഊർന്നിറങ്ങുന്നു, അങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ മഴ കൂടുതൽ പെയ്യുകയാണെങ്കിൽ, മഴ അതിശക്തമായി പെയ്യുകയാണെങ്കിൽ വെള്ളം കുന്നിലേക്ക് അധികമായി ഊർന്നിറങ്ങി ഒരു പക്ഷേ പൊതിർന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് താഴേക്ക് പതിക്കുമെന്ന ആശങ്കയുണ്ട്. കുപ്പത്ത് തന്നെ ഈ കുന്നിൻ്റെ മുകളിൽ തന്നെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ കുന്നിൻ്റെ മുകളിൽ ഈ മണ്ണിൽ തന്നെ നിൽക്കുന്ന കടകളൊക്കെയുണ്ട്. ഒരു പക്ഷേ ആ കടയിലെ ജീവനക്കാരടക്കം ആ രീതിയിൽ ആശങ്കയിൽ കഴിയുകയുമാണ്. ഇവിടെ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ടോ? ഇപ്പോഴും ആ മണ്ണ് ഇടിയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇംതിയാസ്, തീർച്ചയായിട്ടും ഒരു 6-7 കുടുംബങ്ങൾ മാറി താമസിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാറി താമസിച്ചു എന്നല്ലാതെ വലിയ രീതിയിലേക്ക് ഇവരെ മാറ്റിപ്പാർപ്പിക്കുക എന്ന കാര്യത്തിലേക്കൊന്നും ഇപ്പോൾ പോയിട്ടില്ല. അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടെ JCB ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന JCBകളും മറ്റുമൊക്കെയുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ഒരു പക്ഷേ പോകുകയാണെങ്കിൽ ഇതെല്ലാം ഉപയോഗിച്ച് താഴേക്ക് പതിക്കുന്ന അതല്ലെങ്കിൽ റോഡിലേക്കൊക്കെ പതിക്കുന്ന മണ്ണ് മാറ്റി ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും ഈ താഴേക്ക് മണ്ണ് ഒലിച്ചിറങ്ങിയത് എത്രത്തോളം ചെളിയായി മാറുന്നു എന്നുള്ളത്. ഈ ചെളിയാണ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചെളിയാണ് പല വഴികളിലൂടെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി അത് വീടുകളുടെ പരിസരത്തേക്കും വീടുകളുടെ അകത്തേക്കുമൊക്കെ കയറുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അത് അങ്ങനെ തന്നെ തുടരുകയുമാണ്. ഈ മഴയൊന്ന് ശമിച്ചില്ലെങ്കിൽ, കാര്യമായി മഴയൊന്ന് ശമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ ഈ കുന്ന് വലിയൊരു ആശങ്കയായി തന്നെ തുടരുന്നു ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാൻ. ഇപ്പോൾ ഗതാഗതം എന്തായാലും പൂർണ്ണമായും സ്തംഭിപ്പിച്ച അവസ്ഥയിലാണുള്ളത്. ഒരു ഭാഗത്തൂടെ മാത്രമായിരുന്നു കഴിഞ്ഞ രാത്രിയിലൊക്കെ തുറന്നു വിട്ടിരുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തൂടെ റോഡിലൂടെ ഇപ്പോൾ എന്തായാലും വാഹനങ്ങൾ പോകുന്നില്ല. അതുകൊണ്ട് അതൊരു ആശ്വാസകരമായ കാര്യമാണ്. യാത്രക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് ഒന്നും പോകില്ല എന്ന് ഈ നിമിഷം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കണ്ണൂരിലെ കുപ്പത്തെ കാര്യങ്ങളാണ് ഇംതിയാസ്
വിശദീകരിച്ചത്. കുന്നിടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറച്ച് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. മഴ ശക്തമായി കനക്കുന്നതിനനുസരിച്ച് ഈ കുന്നിലെ മണ്ണ് വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പ്രദേശവാസികൾക്കൊക്കെ. എന്തായാലും നിലവിൽ കുറച്ച് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഗതാഗതം പൂർണ്ണമായും ഒരു വശത്തുകൂടി മാത്രമാണ് ഇപ്പോൾ പോകുന്നത്. ശക്തമായ മഴയാണ് ഉള്ളത്. ഇപ്പം കാണാൻ പറ്റും. ഇന്നലെ രാത്രി ഇപ്പം ഇതിന്റെ മേലെ വീണ്ടും ഇടിഞ്ഞു. അപ്പുറത്തെ വശത്തുനിന്ന് ഇടിഞ്ഞിട്ട് ഈ കുന്നിന്റെ മേലെ നിന്ന് വരുന്ന വെള്ളം നേരെ താഴോട്ടേക്ക് പോകുന്നു. ഇപ്പൊ നിങ്ങൾ താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വെള്ളം കയറുന്ന ലൈവായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് താഴോട്ടൊന്ന് പോയി പോകുന്നത്. രാത്രിയിൽ ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചത്? മണ്ണ് മൊത്തത്തിൽ ഇടിഞ്ഞു പോയോ? മണ്ണ് ഇടിഞ്ഞിട്ട് ആ മണ്ണ് റോഡിലേക്ക് മറ്റേ ചെകിടി ഇങ്ങനെ കലങ്ങിയിട്ട് വണ്ടിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. അങ്ങനെ അതുകൊണ്ട് പോലീസ് നിർത്തിയിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തത്. ആളുകൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഇങ്ങനെ കാണാൻ വരുന്ന ആൾ മാത്രമേ ഇപ്പോഴുള്ളൂ. ഇല്ല, പോലീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വിടുന്നില്ല. വലിയൊരു ആശങ്കയായിട്ട് അങ്ങനെ നിൽക്കുക തന്നെയാണ്. വളരെ ഭീഷണി തന്നെയാണ്. ഏത് ടൈമിന് എങ്ങനെയാണ് രാത്രി കടന്നാൽ രാവിലേക്ക് ഉറങ്ങി എണീക്കാൻ പറ്റുമോ എന്നുള്ള അവസ്ഥയിലല്ല ഉള്ളത്. അങ്ങനെ ഒരു പരിഹാര മാർഗത്തിലേക്ക് എത്താനും കഴിയാത്തൊരവസ്ഥ. ഇപ്പോൾ തഹസീൽദാരോടും ആർ ടിയോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വഴികൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം ഈ റെഡിമെയ്ഡ് ചാലുണ്ട്. ആ ചാലെടുത്തിട്ട് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് റോഡ് മുറിച്ചിട്ട് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് മാർഗം കാണാൻ കഴിയും. നേരെ പുഴയിലേക്ക് ഇറക്കണം. ഇവിടുന്നേ റെഡിമെയ്ഡ് ചാലെടുത്തിടണം. അത് സ്പീഡാക്കി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ്. അതാണ് പ്രതിസന്ധി. അതൊരു ശാസ്ത്രീയമായ രീതിയിൽ ചാലൊക്കെ കയറി തന്നെ പരിഹരിക്കേണ്ടതാണ്. പക്ഷെ നിലവിൽ ഈ വീടുകളുടെ പരിസരത്തു കൂടി പോകുന്ന ചാലിലൂടെ നിലവിൽ വെള്ളം അമിതമായി ഒഴുകി വീടുകളിലേക്ക് കയറുന്നു. അതുകൊണ്ട് പരിഹാരമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് ജയലക്ഷ്മി. തൊട്ട് താഴെ ഇപ്പോഴും വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. താഴെ എത്തി ആ വീടുകളുടെ അവസ്ഥ കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ജയലക്ഷ്മി. ശരി ഇംതിയാസ്. എന്തായാലും പ്രദേശവാസികൾക്കൊക്കെ വലിയ ആശങ്കയാണുള്ളത്. കാരണം ഈ കുന്നിടിഞ്ഞുള്ള ചെളിവെള്ളം അവരുടെ വീടുകളിലേക്കൊക്കെ എത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ കൈക്കൊള്ളണം. തഹസിൽദാരോടും മറ്റും ഇവർ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതികരണം. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴും ആ കുന്ന് ഇടിയുന്ന കാഴ്ചയാണുള്ളത്. സ്വാഭാവികമായും മഴ ഇനി കനക്കുമ്പോൾ ആ വെള്ളം കുന്നിലേക്ക് ഇറങ്ങി കുതിർന്ന് ഇനിയും മണ്ണ് ഇടിയുന്നൊരു സാഹചര്യമാണുള്ളത്. വീടുകളിലേക്കൊക്കെ ഈ ചെളിവെള്ളം എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്.